ഇന്ത്യയും റഷ്യയും തമ്മിൽ സൈനിക സാങ്കേതിക ഉപകരണങ്ങളുടെ കൈമാറ്റവും സഹകരണവും ഒക്കെ ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകളായി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എക്കാലത്തെയും ഇന്ത്യയുടെ നല്ല ഒരു ഫ്രണ്ടാണ് റഷ്യ എന്ന് പറയാം. ഇപ്പോൾ റഷ്യ നമുക്ക് അവരുടെ ടാങ്കുകളിൽ ഏറ്റവും കരുത്തനായ അർമാദ ടാങ്ക് നൽകാം. വെറുതെ നൽകുകയല്ല, അതിൻ്റെ ടെക്നോളജി നമുക്ക് തന്നിട്ട് അത് റഷ്യയും ഇന്ത്യയും ചേർന്ന് സംയുക്തമായി നിർമ്മിക്കാം. ഇന്ത്യയിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിന് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്താം. ഈ രീതിയിലാണ് നമുക്ക് മുന്നിലേക്ക് റഷ്യ ഒരു ഓഫർ വെക്കുന്നത്. ലോക രാജ്യങ്ങൾ തന്നെ ഞെട്ടിയിരിക്കുകയാണ്. റഷ്യ ഇത്തരത്തിലുള്ള നീക്കം നടത്താനുള്ള കാരണം യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ റഷ്യയ്ക്ക് മേൽ വലിയ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് അവർക്ക് എണ്ണ വിൽക്കാൻ കഴിയാത്ത സാഹചര്യം. ട്രംപ് ഇന്ത്യയെ കൂടെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഇന്ത്യ ഈ ഭീഷണിയൊന്നും മൈൻഡ് ചെയ്തില്ലെന്ന് മാത്രമല്ല, റഷ്യയിൽ നിന്ന് ധാരാളം എണ്ണ വാങ്ങി മറ്റ് രാജ്യങ്ങൾക്ക് മറിച്ച് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സഹായം ചെയ്തതിൻ്റെ ഉപകാരം എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യ നെക്സ്റ്റ് ജനറേഷൻ ബാറ്റിൽ ടാങ്കുകൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചന വന്നപ്പോൾ തന്നെ മുൻപ് ഒരു ഓഫറുമായിട്ട് റഷ്യ ആദ്യം വരികയാണ്. റഷ്യ പറയുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാ സഹായം തരാം. അതായത് ഉറാവഗോൺ സവോദ് എന്ന് പറയുന്ന ടാങ്ക് നിർമ്മാണ കമ്പനിയാണ് നമുക്ക് അതിൻ്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെ തരാമെന്ന് പറയുന്ന ഓഫറുമായിട്ട് വരുന്നത്. അപ്പോൾ T-14 അർമാദ ടാങ്ക് എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധ ടാങ്കുകളിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ മെയിൻ ബാറ്റിൽ ടാങ്ക് നിർമ്മിക്കാനായിട്ട് നമ്മൾ സെൻട്രൽ വെഹിക്കിൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ഏൽപ്പിച്ചിരുന്നു. അവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഈ ഉറാവഗോൺ സവോദ് രംഗത്ത് വന്നിട്ട് പറഞ്ഞത്, ഒന്നുകിൽ ഇവരുമായിട്ട് സഹകരിച്ച് അല്ലെങ്കിൽ സ്വകാര്യ കമ്പനികളുമായിട്ട് സഹകരിച്ച് ഞങ്ങൾ ഈ പറയുന്ന അർമാദ ടാങ്കിൻ്റെ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് തരാം, എന്നിട്ട് ഒന്നുകിൽ സംയുക്തമായി നിർമ്മിക്കാം, അതല്ലെങ്കിൽ സോഴ്സ് കോഡ് ഉൾപ്പെടെ നിങ്ങൾക്ക് തന്നിട്ട് ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ കോൺഫിഗറേഷനിലൊക്കെ മാറ്റം വരുത്തി നിർമ്മിക്കാം. വലിയൊരു ഓഫറാണ് വെച്ചിരിക്കുന്നത്. അപ്പം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് അത്തരത്തിൽ ടാങ്കുകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും. ഈ മേക്ക് ഇൻ ഇന്ത്യ നടത്തിപ്പിനനുസരിച്ച് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭ്യമായാൽ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ രാജ്യത്തിൻ്റെ അഭിമാനം എന്ന നിലയിൽ ഈ അർമാദ T-14 നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 70% ഫണ്ട് ഗവൺമെൻറ് നൽകും. അപ്പോൾ അത്തരത്തിലൊരു മുന്നേറ്റം ഇന്ത്യ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ ഭീഷ്മ എന്ന് പറയുന്ന ടാങ്ക് ഉപയോഗിക്കുന്നുണ്ട്. അതായത് T-90 ഭീഷ്മ ടാങ്ക് എന്ന് പറയുന്നത് നിലവിൽ റഷ്യയുടെ തന്നെ T-19 മെയിൻ ബാറ്റിൽ ടാങ്കിൻ്റെ ഇന്ത്യൻ വേർഷനാണ്. അതും ഈ ഉറാവഗോൺ സവോദ് തന്നെ നിർമ്മിച്ചതാണ്. അതുകൊണ്ട് അവരുടെ സാങ്കേതിക വിദ്യയിൽ അവരുടെ കഴിവിലൊന്നും നമുക്ക് യാതൊരു സംശയവും ഉണ്ടാകേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അർമാദയുടെ കാര്യത്തിലും നിലവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന T-72 ടാങ്കുകൾക്ക് പകരം ായ നെക്സ്റ്റ് ജനറേഷൻ മെയിൻ ബാറ്റിൽ ടാങ്ക് നിർമ്മിക്കാനായിട്ട് അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ റഷ്യ സ്വയം സന്നദ്ധമായിട്ട് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു കാലത്ത് നമ്മൾ റഷ്യയ്ക്ക് വലിയ സഹായം ചെയ്തതുകൊണ്ടാണ് ഉക്രൈനുമായുള്ള യുദ്ധ സമയത്ത് റഷ്യയ്ക്ക് സാമ്പത്തികമായിട്ട് താഴെ പോകാതെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ ഒരു ഉപകാര സ്മരണ എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. കാരണം ഇപ്പോൾ വൻതോതിൽ ഡിസ്കൗണ്ട് റേറ്റിലാണ് റഷ്യ നമുക്ക് എണ്ണ തരുന്നത്. ഈ എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പ്യൂരിഫൈ ചെയ്ത് മറ്റ് രാജ്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. എന്തിന്? ഉപരോധം ഏർപ്പെടുത്തിയ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇന്ത്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് നമുക്ക് മേൽ 25% താരിഫ് ചുമത്തി. കാരണം ഈ എണ്ണ വ്യാപാരം നിർത്തണം, റഷ്യയുമായിട്ടുള്ള ആയുധ ഇടപാടുകൾ അവസാനിപ്പിക്കണം. ഇതെല്ലാം തള്ളിക്കളഞ്ഞു എന്നത് മാത്രമല്ല, റഷ്യയുമായിട്ട് പുതിയ പദ്ധതികൾക്ക് നമ്മൾ കൈകോർക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ടാങ്കുകൾക്ക് മുകളിൽ നിൽക്കുന്ന ആൾ ഇത് കൺട്രോൾ ചെയ്യുമ്പോൾ അയാൾക്ക് നേരെ ആക്രമണം നടത്താം. കാരണം ഇയാൾ ഈ ടാങ്കിൻ്റെ മുകളിൽ ഉയർന്നു നിൽക്കുകയാണ്. പക്ഷേ അങ്ങനെ നിൽക്കുന്ന ആളുകൾക്ക് പോലും പ്രത്യേക കവചമൊരുക്കി സംരക്ഷണം ഒരുക്കുന്ന ടാങ്കാണ് ഈ അർമാദ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സാങ്കേതികവിദ്യ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് മാത്രമല്ല, കമ്പ്യൂട്ടറൈസ്ഡ് ഫയർ കൺട്രോൾ സംവിധാനവും ഇതിനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നിയന്ത്രണം അനായാസമാക്കി മാറ്റാൻ സാധിക്കും. ഇതിനകത്ത് 125 mm പീരങ്കി, ലേസർ ഗൈഡഡ് മിസൈലുകൾ, അതുപോലെ തന്നെ ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന തദ്ദേശീയമായ മിസൈലുകൾ ഇവയൊക്കെ നിർമ്മിക്കാം. മാത്രമല്ല ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്ന കൃത്യമായ പീരങ്കികളും ഇതിനോടൊപ്പമുണ്ട്. അപ്പോൾ ടാങ്ക് വേദ മിസൈലുകൾ, പീരങ്കി, അതുപോലെ തന്നെ 152 mm പീരങ്കി, ഇതെല്ലാം തന്നെ ഈ പറയുന്ന അർമാദ ടാങ്കിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകളാണ്. അപ്പോൾ ശത്രുക്കളുടെ നിരീക്ഷണ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ നെക്സ്റ്റ് ജനറേഷൻ മെയിൻ ബാറ്റിൽ ടാങ്കിൻ്റെ ഏറ്റവും എടുത്തു പറയത്തക്ക സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഇതിനുള്ളിൽ ഏതാണ്ട് 3 ക്രൂവിനാണ് ഇരിക്കാൻ
സാധിക്കുന്നത്. ഈ ക്രൂ ഇരിക്കുമ്പോൾ ആയുധങ്ങൾ സംഭരിച്ച് വെച്ചിരിക്കുന്ന ആ ഭാഗവുമായിട്ട് വേർതിരിക്കാനുള്ള പ്രത്യേക സംവിധാനം ഒരുക്കിയിരിക്കുന്നു. ഇതൊക്കെ തന്നെ ഓരോ രാജ്യത്തിൻ്റെയും സാഹചര്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഉറാവ ഗോണ്ട് സവാദ് ഇന്ത്യക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓഫർ. മാത്രമല്ല ഇതിൻ്റെ സോഴ്സ് കോഡും ഒക്കെ നമുക്ക് തരുന്നതോടുകൂടി നമ്മൾ ഈ ടാങ്ക് വൻതോതിൽ നിർമ്മിച്ചാൽ ഒരു പക്ഷേ ടാങ്കിൻ്റെ വിൽപ്പനയിലും നമ്മൾ മുന്നിലേക്കെത്തും. അതായത് നിലവിൽ നമ്മൾ മിസൈൽ നിർമ്മിക്കുന്നുണ്ട്, അതുപോലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്, അടുത്ത ഘട്ടമായിട്ട് യുദ്ധക്കപ്പൽ നിർമ്മാണത്തിൻ്റെ ഒരു വലിയ മേഖലയിലേക്ക് നമ്മൾ തിരിയുന്നുണ്ട്, ഒപ്പം ഇനി യുദ്ധ ടാങ്കുകൾ കൂടി നിർമ്മിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സവിശേഷതകളെ നമ്മൾ ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം ഈ ടാങ്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും റഡാറുകൾ ഉപയോഗിച്ചാണ് ശത്രു രാജ്യം ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇതിൽ പതിയാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായ കോട്ടിങ് ഈ ടാങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അതായത് കമാൻഡ് പോസ്റ്റുമായിട്ട് സുരക്ഷിതമായ ആശയവിനിമയം നടത്തുന്നതിനൊപ്പം തന്നെ ലേസർ രശ്മികളെ അല്ലെങ്കിൽ റഡാറിൻ്റെ നിരീക്ഷണത്തെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കുന്നു എന്നതാണ് അർമാദ ടാങ്കിൻ്റെ മറ്റൊരു സവിശേഷത. 12.7 mm മെഷീൻ ഗണ്ണ്, 7.62 mm PKTM മെഷീൻ ഗണ്ണ് എന്നിവയും ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ടാങ്കിന് നേരെ ഏതെങ്കിലും ശത്രു രാജ്യങ്ങളുടെ മിസൈലോ പീരങ്കി ഷെല്ലുകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ സജ്ജമാക്കിക്കൊണ്ട് അഫ്ഗൈൻഡ് ഹാർഡ് കിൽ എന്ന് പറയുന്ന സംവിധാനവും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അപ്പം ഇതൊരു അഡ്വാൻസ്ഡ് പ്രൊട്ടക്ഷൻ സംവിധാനമാണെന്ന് പറയാം. അപ്പോൾ റഷ്യ ഏതെങ്കിലും തരത്തിൽ അവരുടെ യുദ്ധ ടാങ്കുകൾ മോഡിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സമാനമായ തരത്തിൽ നമുക്ക് മോഡിഫൈ ചെയ്ത് തരാം. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഭീഷ്മ പോലെയുള്ള ടാങ്കുകളുടെ അപ്ഡേറ്റഡ് വേർഷനാണെന്ന് പറയാം. അപ്പോൾ T-90 ഭീഷ്മ ടാങ്ക് എന്ന് പറയുന്നത് ഉറാവ ഗോണ്ട് സവാദ് തന്നെ നിർമ്മിച്ച് നൽകിയതാണ്. അപ്പോൾ അവരുടെ സാങ്കേതിക വിദ്യയെക്കുറിച്ച് നമ്മുടെ ടെക്നീഷ്യൻസിനും നല്ല ധാരണയുണ്ട്. അപ്പോൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ ടാങ്ക് നിർമ്മിക്കുമ്പോൾ ഏതാണ്ട് 83% ഘടകങ്ങളും തദ്ദേശീയമായിട്ടുള്ളവയായിരിക്കും. അതാണ് ഈ തദ്ദേശീയമായി നിർമ്മിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഇതിന് 1500 കുതിരശക്തിയാണ് എഞ്ചിൻ്റെ കരുത്ത്. കൂടാതെ 12N360 ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏതാണ്ട് മണിക്കൂറിൽ 80 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാനായിട്ട് ഈ ടാങ്കുകൾക്ക് സാധിക്കും. കൂടാതെ ഒരു തവണ ഇന്ധനം നിറച്ചാൽ നിർത്താതെ 500 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാനാകും. അപ്പോൾ മോസ്റ്റ് മോഡേൺ ടെക്നോളജി എല്ലാം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് ഫയർ കൺട്രോൾ സംവിധാനം, അത്യാധുനിക പീരങ്കി, മെഷീൻ ഗണ്ണുകൾ എന്നിവ ഉപയോഗിക്കുന്നതിന് പുറമെ നമ്മുടെ ടാങ്കുകളെ തകർക്കാൻ വേണ്ടിയിട്ട് ശത്രുക്കളുടെ ടാങ്ക് മിസൈലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പീരങ്കികളോ ഒക്കെ വന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും നമ്മൾ ഒരുക്കി വെക്കുന്നു. അപ്പോൾ സ്വകാര്യ പ്രതിരോധ കമ്പനികളുമായിട്ട് ചേർന്ന് വേണമെങ്കിൽ അങ്ങനെ, അതല്ല കോമ്പാക്റ്റ് വെഹിക്കിൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി അല്ലെ നമ്മുടെ ഒരു ഗവേഷണ സ്ഥാപനവുമായിട്ട് സഹകരിക്കാനുണ്ടെങ്കിൽ അങ്ങനെ. എന്തിനായാലും ഈ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇന്ത്യയുമായിട്ട് പൂർണ്ണമായിട്ട് സഹകരിക്കാൻ റഷ്യ തയ്യാറായിരിക്കുകയാണ്. ഇതിന് സ്റ്റീല്, സെറാമിക് എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച കമ്പോസ്റ്റ് ആർമർ, എക്സ്പ്ലോസീവ് റിയാക്റ്റീവ് ആർമർ എന്നിവയാണ് ഇതിൻ്റെ പുറത്ത് കവചം ഒരുക്കിയിരിക്കുന്നത്. ഇത് എന്താ പറയുക, ഇപ്പോൾ റഡാറിൽ നിന്ന് രക്ഷപ്പെടാം, അതുപോലെ തന്നെ ഈ പറയുന്ന മിസൈലുകളിൽ നിന്നോ അല്ലെങ്കിൽ പീരങ്കികളിൽ നിന്നോ ഒക്കെ രക്ഷപ്പെടാനുള്ള സംവിധാനവും കൂടിയാണ് ഒരുക്കിയിരിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഈ അർമാദ എന്ന് പറയുന്ന ടാങ്ക് നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ചാൽ മറ്റ് രാജ്യങ്ങൾക്ക് അതൊരു വലിയ ഭീഷണിയാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം നെക്സ്റ്റ് ജനറേഷൻ മെയിൻ ബാറ്റിൽ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ്. അതുകൊണ്ട് വിദേശ കമ്പനികളുമായിട്ട് സഹകരിച്ച് നമ്മൾ അത്തരത്തിലുള്ള ടാങ്കിൻ്റെ നിർമ്മാണത്തിലേക്ക് കടക്കുകയാണ്. അത്യന്താധുനിക ടാങ്കിൻ്റെ വികസനം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രതിരോധ വകുപ്പിൻ്റെ ഒരു എന്താ പറയുക പ്രഖ്യാപിത ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ പതിയെ നടന്നു കയറുന്നത്. അപ്പോൾ നിലവിൽ ഉപയോഗിച്ചിരിക്കുന്ന ടാങ്ക്, അതായത് ഭീഷ്മ പോലെയുള്ള ടാങ്ക് നിർമ്മിക്കുന്ന ഉറാവ ഗോണ്ട് സവാദ് എന്ന് പറയുന്ന അതേ കമ്പനി തന്നെ നമുക്ക് ഈ അർമാദ T-14 എന്ന് പറയുന്ന ടാങ്ക് നിർമ്മിക്കാനായിട്ട് സജ്ജമായി മുന്നോട്ട് വരുന്നു. ഇതിൽ ഏറ്റവും പ്രത്യേകതയുള്ളത് അവർ അതിൻ്റെ സാങ്കേതിക വിദ്യ നമുക്ക് തന്നിട്ട് റഷ്യയുമായി ചേർന്ന് സംയുക്തമായി നിർമ്മിക്കാമെന്ന് പറയുന്ന ഓഫറാണ്. കാരണം ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈൽ ഇന്ന് ലോകത്തെ നമ്പർ 1 മിസൈലാണ്. ഇത് വാങ്ങാനായിട്ട് എത്ര രാജ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്നത്. ഇതിന് സമാനമായ രീതിയിൽ റഷ്യയും ഇന്ത്യയും ചേർന്ന് അർമാദ T-14 എന്ന ടാങ്ക് കൂടി സംയുക്തമായി നിർമ്മിച്ചാൽ അതിനും ആവശ്യക്കാർ, അതായത് പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മുന്നിൽ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും റഷ്യ ഇന്ത്യ സഹകരണം പുതിയ തലത്തിലേക്ക് കടക്കുന്നു എന്നതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.